ഇന്ന് മോചിപ്പിക്കപ്പെട്ട 3 ഇസ്രായേൽ ബന്ദികൾക്ക് പകരം ഇസ്രായേൽ ജയിലുകളിൽ നിന്നും വിട്ടയച്ചത് 369 പാലസ്തീൻ തടവുകാരെയാണ്. ഇതിൽ ഏറെക്കുറെയും കൊടും കുറ്റവാളികൾ. ഇസ്രായേലിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ആ ആക്രമണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ളതുമായ ക്രിമിനലുകൾ, ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവരും മോചിപ്പിക്കപ്പെട്ടവരിൽ പെടുന്നു. പതിവിലും വിപരീതമായി ഇസ്രായേൽ മോചിപ്പിക്കുന്ന പാലസ്തീൻ കൊടും കുറ്റവാളികളുടെ വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു എഴുത്ത് പതിച്ചിരുന്നു: ഞങ്ങളൊന്നും മറക്കുകയോ ക്ഷമിക്കുകയോ ഇല്ല. ഒപ്പം മകൻ ഡേവിഡിന്റെ നക്ഷത്ര ചിഹ്നവും. അറബി ഭാഷയിലാണ് ഇത് എഴുതിയിരുന്നത്. ബന്ദികളെ വിട്ടയക്കുന്ന ചടങ്ങിൽ പോലും തീരെ നികൃഷ്ടമായ ഭാഷാപ്രയോഗങ്ങളും ഒപ്പം ബന്ദികളെ മാനസികമായി തകർക്കുന്നതിനും ഇസ്രായേലിനോടുള്ള വെല്ലുവിളിയെന്നോണം ഹമാസ് ഉൾപ്പെടെയുള്ള പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരർ വിവിധ വഴികളാണ് സ്വീകരിച്ചു വന്നിരുന്നത്. മറിച്ച് ഇസ്രായേലാകട്ടെ പാലസ്തീൻ കുറ്റവാളികൾക്ക് മാന്യമായുള്ള മോചനം ഒരുക്കിയിരുന്നു. പതിവിൽ നിന്ന് വിഭിന്നമായിട്ടാണ് കുറ്റവാളികളുടെ വസ്ത്രത്തിൽ ഇസ്രായേൽ വരാൻ പോകുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നത്. മോചിപ്പിക്കപ്പെട്ട തടവുകാരിൽ കൊടും ഭീകരരും ഉൾപ്പെട്ടിരിക്കുന്നു. അതിലൊന്നാണ് 12 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത അഹമ്മദ് ബർഗൂത്തി എന്ന ഭീകരൻ. ടെല്ലവീവിലെ സീ ഫുഡ് റെസ്റ്റോറന്റിൽ 3 ഇസ്രായേലികൾ കൊല്ലപ്പെട്ട സംഭവത്തിലും 3 ജീവപര്യന്തവും 20 വർഷം തടവും അനുഭവിച്ചു വരികയായിരുന്നു ഈ ഭീകരൻ. രണ്ടാം ഇൻതിഫാദയിൽ ജയിലിൽ കഴിയുന്ന മത്ഫത്തക് ഭീകരൻ മൻസൂർ ഷെരീമാണ്. പാലസ്തീനിലെ തുൽക്കറിൽ നിന്നുള്ള ഈ ഭീകരൻ ഹദേറയിലെ ഒരു വിരുന്ന് ഹാളിൽ 6 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു കൂട്ട വെടിവെപ്പ് ഉൾപ്പെടെ നിരവധി ഇസ്രായേലികൾ കൊല്ലപ്പെട്ട ആക്രമണ പരമ്പരകളുടെ ഉത്തരവാദിയായിരുന്നു. 2001 ഒരു സൈനികനെയും സിവിലിയനെയും കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ്. 14 ജീവപര്യന്തത്തിനും 50 വർഷ തടവിനും ഇയാൾ ശിക്ഷിക്കപ്പെട്ടു. ജെറുസലേമിലെ കഫേ ഹില്ലിൽ ബോംബ് സ്ഫോടനം നടത്തിയതിൽ പിടിക്കപ്പെട്ട നെയിൽ ഒബേദ് ഉൾപ്പെടെ 369 പേരിൽ നിരവധി ഹമാസ് ഭീകരരും ഇന്ന് ജയിൽ മോചിതരായി. 2000-ൽ 2 IDF സേനാംഗങ്ങളെ കൊലപ്പെടുത്തിയ റാമല്ല കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട മുഹമ്മദ് മൊസ്ലയാണ് മോചിപ്പിക്കപ്പെട്ട മറ്റൊരു ഭീകരൻ. ഇങ്ങനെ ഇസ്രായേലിനെതിരെ വിവിധ ഭീകരാക്രമണങ്ങളിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത നിരവധി ഭീകരന്മാർ ഇന്ന് പാലസ്തീനിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും ഭീകരർക്കുള്ള സന്ദേശം അവരുടെ വസ്ത്രത്തിൽ തന്നെ ഇസ്രായേൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഒന്നും മറക്കുകയോ ക്ഷമിക്കുകയോ ഇല്ല എന്ന മുന്നറിയിപ്പിന്റെ സന്ദേശം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.